കോഴിക്കോട് വലിയങ്ങാടി അപകടത്തിൽ മരണം 4 എന്ന വാർത്ത വരുന്നു. ദിലിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദിലിഷ, വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്ത. ഒരു ജീവൻ കൂടി ഈ അപകടത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു. ആരാണ് മരിച്ചത്? കൂടുതൽ വിവരങ്ങൾ പറയൂ. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 4 ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ആളാണ് ഇപ്പോൾ മരിച്ചത്. ദിലിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലിഷ, വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെത്തുന്നത്. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു. അതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകാരികമായ നിമിഷങ്ങളും കണ്ടു. വേദനിപ്പിക്കുന്ന ഈ വാർത്ത വരുമ്പോൾ ആരാണ് മരിച്ചത്? കൂടുതൽ വിവരങ്ങൾ പറയും. തീർച്ചയായിട്ടും സ്മിത, അതീവ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വിനോദാണ് മരിച്ചത്. തിരുവങ്ങൂർ സ്വദേശിയാണ് വിനോദിനെ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കായിരുന്നു എത്തിച്ചിരുന്നത്. തുടർന്ന് കൂടുതൽ ചികിത്സകൾക്കായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നട്ടെല്ലിനും തലയ്ക്കും ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇപ്പോഴാണ് ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതോടുകൂടി ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ആദ്യം നമുക്കറിയാം, ജബ്ബാർ, അതുപോലെ തന്നെ അഷറഫ്, ബഷീർ, ഇങ്ങനെ 3 പേരുടെ മരണം ആദ്യം തന്നെ, ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചതാണ്. പിന്നീട് 2 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. അത് വിനോദ്, അതുപോലെ തന്നെ കോയ. ഇതിൽ കോയ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിസാര പരിക്കുകളാണ് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ വിനോദിന് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ വിനോദും മരിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ഈ ജബ്ബാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് രാത്രി തന്നെ ജബ്ബാറിൻ്റെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കിനാശ്ശേരിയിലെ കോന്തനാരി ഖബറിസ്ഥാനിലാണ് ജബ്ബാറിൻ്റെ സംസ്കാരം ഉണ്ടാവുക. അതുപോലെ തന്നെ മരിച്ച മറ്റ് തൊഴിലാളികളായിട്ടുള്ള അഷറഫ്, അതുപോലെ ബഷീർ എന്നിവരുടെ സംസ്കാരം നാളെയാണ്. 2 പേരുടെയും മക്കൾ വിദേശത്താണ്. നാളെ മക്കൾ വിദേശത്തു നിന്നും എത്തിയ ശേഷമായിരിക്കും സംസ്കാരം ഉണ്ടാകുക. അതിൽ അഷറഫിൻ്റെ സംസ്കാരം ചീക്കിലോട് കൂടത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ രാവിലെ 10 മണിക്ക് നടക്കും. അതുപോലെ തന്നെ ബഷീർ സംസ്കാരം കുനിയക്കടവ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ രാവിലെ 10 മണിക്ക് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ജബ്ബാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. അതുപോലെ അഷറഫിൻ്റെയും ബഷീറിൻ്റെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയായിരിക്കും ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക. എന്തായാലും ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ മരണം 4 സ്മിത. അതെ ദിലിഷ, ദുഃഖകരമായ വാർത്തയാണ്. ഈ വാർത്ത വരുമ്പോൾ തന്നെ 7 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം പരിക്കേറ്റവർ. പിന്നീട് ആദ്യം 2 പേരുടെ മരണവാർത്ത സ്ഥിരീകരിക്കുന്നു. പിന്നീട് അധികം താമസിയാതെ 3ാമത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞുപോയെന്ന വാർത്ത വരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് കോർപ്പറേഷൻ ഓഫീസിലേക്കും ഒക്കെ നീളുന്ന പ്രതിഷേധം നമ്മൾ കണ്ടു. കാരണം ഇത്രയും പഴക്കമുള്ള കെട്ടിടം, അത് ഇനിയും പ്രവർത്തിച്ചത് എന്തുകൊണ്ട്? നോട്ടീസ് നൽകിയിട്ടും വീണ്ടും എന്തുകൊണ്ട് ഇതൊക്കെ പിൻവലിച്ച് വീണ്ടും കൂടുതൽ കടകൾ അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം എന്താണ്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനം. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട കുറേ വേദനിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. അവിടെ നിന്ന് ഒരുപാട് കാലം ഒരുമിച്ച് അവിടെ പണിയെടുത്ത് വർഷങ്ങളായുള്ള സൗഹൃദവും സ്നേഹവും പങ്കിട്ടിരുന്ന, കൂടെ ഉണ്ടായിരുന്നവർ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ അവരുടെ വേദന, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്ത വരുന്നത് ആ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 4 എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഓരോരുത്തരായി അങ്ങോട്ടേക്ക് എത്തുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വിനോദിന് നട്ടെല്ലിനും തലയ്ക്കും ഗുരുതരമായി പരുക്കേറ്റാണ് അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്നത്. വിനോദിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. മരണം 4 എന്ന വാർത്ത വരുമ്പോൾ ഇന്നത്തെ ദിവസം ഇത് ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തയുമായി മാറുന്നു. കാരണം ഇത് ഒഴിവാക്കാമായിരുന്ന ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള ചോദ്യം. എവിടെയാണ് വീഴ്ച വന്നത്? അത് അപകടം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത്രയും പഴക്കമുള്ള കെട്ടിടമാണ്. കൃത്യമായി നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന
ദുരന്തം തന്നെയാണ്. ദിലിഷ വീണ്ടും ചേരുന്നുണ്ട് നമുക്കൊപ്പം. ദിലിഷ, ഈ വലിയ വൈകാരികമായുള്ള പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ വല്ലാത്ത അമർഷവും വേദനയും ഒക്കെ ആയിട്ടുള്ള പ്രതിഷേധങ്ങളും നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു. ഇപ്പോൾ ദിലിഷ ആശുപത്രിയിലാണോ ഉള്ളത്? ഇപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു ശാന്തമായ അന്തരീക്ഷമാണോ? ഈ സംഘർഷമൊക്കെ അവിടെ മാറിയിട്ടുണ്ടോ? ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും മാത്രമാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും സ്മിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ജബ്ബാറിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ആശുപത്രിയിൽ നിൽക്കുന്നത്. ജബ്ബാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരു കൂട്ടരും ഈ DPRുമായി സംബന്ധിച്ചും കെട്ടിടം അൺഫിറ്റാണ് എന്നൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളെല്ലാം അവിടെ നടക്കുന്നതിനിടയിൽ പോലും ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് എങ്ങനെ അത് പ്രിയപ്പെട്ടവരോട്, ഈ മരിച്ചവരുടെ ബന്ധുക്കളോട് എങ്ങനെ അത് പറയണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ അവിടെ കണ്ടത്. ആദ്യഘട്ടത്തിൽ 7 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ 2 പേർ ഭാഗ്യം കൊണ്ട് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം അവർക്ക് അത് ഒഴിവായി എന്ന് തന്നെ ആശ്വസിക്കാം. എന്നാൽ പോലും 5 പേർ ആ അപകടത്തിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഉടനെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന തൊഴിലാളികൾ തന്നെയാണ് ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. എന്നാൽ പോലും 4 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 4 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 4 പേരെയും രക്ഷിക്കാനായില്ല എന്നുള്ളത് അതീവ സങ്കടകരമായ കാര്യം തന്നെയാണ്. അതിൽ ആശ്വസിക്കാവുന്ന ഏക കാര്യം കോയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ് എന്നുള്ളത് മാത്രമാണ്. എങ്കിൽ പോലും 4 ജീവൻ പൊലിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളോളം 50-55 വർഷങ്ങളോളം ഒരുമിച്ച് തൊഴിലെടുത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് ഒരിടത്ത് ജീവിച്ച് വന്നിരുന്ന ഒരു കൂട്ടം മനുഷ്യർ, അതിൽ 4 പേർ നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രിയപ്പെട്ടവരെ പിരിയുമ്പോഴുള്ള വേദന, അത് ഇത്തരം ഒരു ദുരന്തം അത് മാത്രമല്ല അത് ഒഴിവാക്കാവുന്ന ഒരു ദുരന്തമായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. വലിയങ്ങാടി അപകടത്തിൽ മരണം ഇപ്പോൾ 4 ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിനോദാണ് മരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.